CMRL മാസപ്പടി കേസിൽ രേഖകൾ ഷോൺ ജോർജിന് കൈമാറാൻ പാടില്ലെന്ന് ഹൈക്കോടതി. CMRL ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ പി സുരേഷ് കുമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അഡീഷണൽ സെഷൻസ് കോടതിക്ക് ഉത്തരവ് പറയാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് ഈ രീതിയിൽ രേഖകൾ കൈമാറാൻ പാടില്ല എന്ന് കോടതി പറയാൻ കാരണം? പ്രജിൻ, ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് SFIO നൽകിയ കുറ്റപത്രത്തിനൊപ്പം തന്നെ 776 പേജുള്ള ഒരു കേസ് ഡയറി ഹാജരാക്കിയിരുന്നു. ആ കേസ് ഡയറിയിൽ CMRL നിന്ന് ആരൊക്കെ പണം വാങ്ങി എന്നതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ രേഖകളടക്കം ചോദിച്ചാണ് വിചാരണ കോടതിയിൽ ഷോൺ ജോർജ് ഹർജി ഫയൽ ചെയ്തത്. ആ ഹർജിയിന്മേൽ വിധി പറയാനിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് നിലവിൽ തങ്ങളെ കേട്ടിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CMRL ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹർജി പരിഗണിച്ച പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് CF ഡയസ് ഈ വിചാരണ കോടതിക്ക് വിധി പറയാം, പക്ഷേ ഈ രേഖകൾ ഷോൺ ജോർജിന് കൈമാറരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഹൈക്കോടതിയിൽ കേസ് തീർപ്പാക്കുന്നതുവരെ ഈ രേഖകൾ കൈമാറരുത് എന്നുള്ളതാണ് നിർദ്ദേശം. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.